കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകപ്രവൃത്തിയിൽ തിരികെ കയറാനില്ല എന്ന ജാത്യാധിക്ഷേപം നേരിട്ട ബാലു. സമാന അനുഭവം ഇനിയുണ്ടായാൽ മാനസിക ബുദ്ധിമുട്ടാകും. മറ്റ് തസ്തികകളിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുമെന്നും ബാലു റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഞാൻ എന്തായാലും ഇന്ന് ബോർഡില് അഡ്മിനിസ്ട്രേറ്റർക്ക് എന്റെ അപേക്ഷ കൊടുക്കും. അങ്ങനെ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നൊരു ആഗ്രഹമുണ്ട്. ഉത്സവം ആവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലൊരു ബഹിഷ്കരണം വന്നു കഴിഞ്ഞാൽ, അതായത് അമ്പലത്തിലെ ചടങ്ങുകൾ മുടങ്ങുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മാനസികമായ ബുദ്ധിമുട്ട്. അതിനൊക്കെയാണ് ഞാൻ മാറിയിരിക്കുന്നത്. അത് ബോർഡ് എന്താണ് അതിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്റെ ഇനിയുള്ള നിലപാട്. തീർച്ചയായിട്ടും നഷ്ടമാവും, അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അമ്പലം നല്ല രീതിയിൽ പോകണം എന്ന ആഗ്രഹം. ബാലുവിനെ കഴകപ്രവൃത്തിയിൽ മാത്രമേ നിയമിക്കാനാകൂ എന്നാണ് കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ നിലപാട്. മറ്റു ജോലിക്കായി അപേക്ഷ നൽകിയാൽ സർക്കാരിന് കൈമാറുമെന്നും തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാർ നിയമിച്ചിരിക്കുന്നത് കഴകം പോസ്റ്റിലേക്കാണ്. ആ പോസ്റ്റിലാണ് ആൾ ജോലി ചെയ്യാൻ അർഹപ്പെട്ട ആൾ. ആ പോസ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത്. വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലികമായിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ, സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിൻ്റെ ചുമതല. പ്രതിഷ്ഠാ ദിനം പോലെയുള്ള ഒരു മഹത്തായ ചടങ്ങ് അല്ലെങ്കിൽ കർമ്മം അത് നടക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വന്നപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. യാതൊരു വിവേചനങ്ങളും ആരോടും കാണിക്കാൻ പാടില്ല. ഇന്നത്തെ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ ദേവസ്വം ചെയർമാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ബാലുവിന് പിന്തുണ നൽകി പ്രതികരിച്ചതാണ്. തന്ത്രിമാരുടെ നിലപാട് ശരിയല്ല എന്നും പറഞ്ഞതാണ്. പക്ഷേ ഇനിയിപ്പോൾ സാങ്കേതികാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സർക്കാരിന് അപേക്ഷ നൽകി അതിനുശേഷം അതിൽ തീരുമാനം വേണം എന്ന്. സ്മൃതി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ വളരെ നിയമപരമായി മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. സാങ്കേതികമായും നിയമപരമായും കഴകം പ്രവൃത്തിയിൽ ജോലിക്ക് കയറിയ ബാലുവിനെ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റുക എന്നത് സാധ്യമല്ല. അത് നിരവധി നിയമപ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അത്തരമൊരു തീരുമാനം ദേവസ്വത്തിന് എടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും ചെയർമാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴകം പ്രവൃത്തിയിൽ തന്നെ തിരിച്ചു വരണം. പൂർണ്ണ പിന്തുണ ദേവസ്വത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കഴകപ്രവൃത്തിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ദേവസ്വമല്ല, മറിച്ച് അത്തരമൊരു അപേക്ഷ ദേവസ്വത്തിന് നൽകിയാൽ തീർച്ചയായും സംസ്ഥാന സർക്കാരിന് അത് കൈമാറും. സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്നാണ് പ്രധാനമായും ചെയർമാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ബാലു ഇനി ഇങ്ങോട്ട് തിരിച്ചില്ല, അതായത് കഴകപ്രവൃത്തിയിലേക്ക് തിരിച്ചു താനില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. പ്രധാനമായും ഭാവിയിൽ കൂടിത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തനിക്ക് മാനസികമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ബാലു തിരിച്ചറിയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി മാറ്റിയ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് അദ്ദേഹം കത്ത് നൽകും. ആ കത്ത് കൂടൽമാണിക്യം ദേവസ്വം കമ്മിറ്റിയിൽ വെക്കുകയും ആ കമ്മിറ്റി അത് സംസ്ഥാന സർക്കാരിന് ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൈമാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കമ്മിറ്റിയാണ്. ഏതായാലും കഴകപ്രവൃത്തിയിലേക്കില്ല എന്ന നിലപാട് ബാലു എടുക്കുകയും കഴകപ്രവൃത്തിക്ക് മറ്റൊരു പോസ്റ്റ് നൽകാൻ തങ്ങൾ കഴിയില്ല എന്ന നിലപാട് ദേവസ്വം പറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലേക്കാണ് പന്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക ഓർഡർ ഇറക്കി ബാലുവിനെ മറ്റൊരു സ്ഥാനത്തേക്ക് വെക്കുകയും ചെയ്താൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാവുക. അല്ലെങ്കിൽ ബാലുവിനെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകും. ശരി, ജേസൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.